പഞ്ചാരയില്ല കാപ്പി. എന്തൊരു പേരാ ഇത്? സിനിമയുടെ പേര് പോണ പോക്കേ. 5 പൈസ ചെലവില്ലാതെ ഹിന്ദിന്ന് അടിച്ചു മാറ്റിയ സിനിമയത്. ചീനീക്കമ്മേ ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച പടവാ. അമിതാവിന്റെ പടാ? അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയല്ലേ? അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണെന്നേ. നമ്മൾ ഹൈദരാബാദ് ബ്രാഹ്മൺസും അദ്ദേഹം അലഹാബാദ് ബ്രാഹ്മണനും. എന്തൊരു നല്ല ആക്ടറാടാ. അദ്ദേഹം ബോളിവുഡ് കൈയടക്കി വെച്ചിരിക്കാന്റെ ആള് കേവനാട്ടോ. അവിടെയും നമ്മുടെ ആധിപത്യമാണല്ലേ. കലക്കി കേട്ടോ, കലക്കി. വരിക. എന്തുവാണ് ഇത്രക്ക് താമസിച്ചത്? നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എത്തും. സൂപ്പർ സ്റ്റാർ ആണോ മുഖ്യം, മുഹൂർത്തമാണോ മുഖ്യം? പ്രൊഡ്യൂസറെ വിളിക്കുക, പൂജയ്ക്കുള്ള സമയമായി. പ്രൊഡ്യൂസറും ഹീറോയും ഡയറക്ടറും ക്യാമറയും എല്ലാം സരോജ് കുമാർ സാറാ. ഹീറോയിൻ മാത്രം പുള്ളിയല്ല. അതും കൂടെ അങ്ങേർക്കന്നെ ആവായിരുന്നില്ലേ കോശവൻ? സോറി, ശിഷ്യനാട്ടോ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. കണ്ടത്തിലെ കോലം പോലിരിക്കുന്ന ഇവനാണോ സൂപ്പർ സ്റ്റാർ ഗുരുദേവ? സത്യം വിളിച്ച് പറയണത് എന്റെ സ്വഭാവം. എന്റെ നായികയാവാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യമാണ്. ഇത് നിന്റെ ലൈഫിൽ ഒരു നാഴികക്കല്ലായിരിക്കും. ഇങ്ങനെ നോക്ക, ആ നാളികേരം കയ്യിലെടുത്ത് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ഉടയ്ക്കുക. സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ മതി. പ്രസാദം, ഈ പടം 100 ദിവസം ഓടാനുള്ള ഒരു അടിപൊളി പൂജ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയായിരുന്നു. പുറത്ത് ഗുരുജിയും ശ്മശാനത്തിൽ ഒരു ശവവും വെയിറ്റിംഗ് ആണേ. വൈകുന്നേരം ഓഫീസിലോട്ട് വാ, അവിടെ മാഡം ഉണ്ടാവും. അവിടുന്ന് മേടിച്ചോ. കാലത്ത് പൂജ ചെയ്യിക്ക, വൈകിട്ട് കാശ് തരിക. നടക്കില്ല. എനിക്ക് എന്റെ ഒരു കുഞ്ഞുമാവേ വേണോ അതോ നാനോ കാർ വേണോ? ദക്ഷിണ തരാൻ പണില്ല, ഞാനോ കാർ കൊടുക്കത്രേ. ആരടാ സീനി കയറി വരുന്നേ? അതവിടെ നിക്കട്ടെ, ഈ സിനിമയ്ക്ക് പൂജ ചെയ്തത് ഞാനാ. ഹലോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കണുണ്ടോ? ഇയാൾക്ക് പ്രായം മാത്രല്ല, പിശുക്കും കൂടുതലാ. ഞങ്ങളുടെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഈ സിനിമ പണ്ടാറടങ്ങി പോകും. എടോ മാനേജരെ, എന്തോടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞതാ സാറേ, മാഡം തരുമെന്ന്. ഇയാൾ കേൾക്കുന്നില്ല. എന്റെ പൊന്നു പൂജാരി, സ്വിമ്മിംഗ് പൂളിനടുത്തൊരു മാഡം ഉണ്ട്, അവിടെ പോയി ചോദിക്കേ. മാഡം മാഡം മാഡം, ആ മാഡത്തിന്റെ ആരാടോ ഇയാള്? അപ്പൂപ്പനാ. ആ ഉണങ്ങിയ കാമദേവന്റെ കൊച്ചുമോൾ ആരായിരിക്കും എന്തോ. രാമ, അയാൾക്ക് കാശുമില്ല, ഇവക്ക് തുണിയില്ല. അയ്യോ എന്റെ കൃഷ്ണ, ഒരു പെണ്ണ് മുങ്ങിച്ചാവണ കണ്ടിട്ട് ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്ക. ഇങ്ങോട്ട് കാട്ടുക. വായില് വാവച്ച് ഊതിയ ശ്വാസകോശത്തിലൊക്കെ നന്നായിട്ട് കാറ്റ് കയറി ശ്വസിക്കാൻ പറ്റും. സിനിമയിൽ കണ്ടിട്ടില്ലേ? തന്നോടാരാ എന്നെ പിടിച്ചേറ്റാൻ പറഞ്ഞു? പുണ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഉപദേശം വേണ്ട കുട്ടിയെ. ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ചാടി വേണ്ടി രക്ഷപ്പെടുത്തി. താങ്ക്സ് പറയാതെ നീ എന്നോട് ദേഷ്യപ്പെടുക. കണ്ടില്ലേ, എല്ലാം തൊലച്ചു. ബെറ്റിൽ ഞാൻ തോറ്റില്ലേ? എനിക്ക് പോയ കാശ് താൻ തരോ? ബെറ്റോ? സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പടപടാന്ന് വെള്ളത്തിൽ നിന്ന് കുമിളകൾ വന്നപ്പോ. ഇങ്ങനെ ദേഷ്യം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. കുട്ടിയുടെ അരക്കെട്ടിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മറിയില്ലേ? വേറൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാ ഉണ്ടാവാൻ പോണേ. എന്താ? ലക്ഷണശാസ്ത്ര പ്രകാരം അത് മാത്രല്ല, വേറെ ഉണ്ട്. ചെവി ഇങ്ങോട്ട് തരിക. റോക്കിംഗ് സ്റ്റാർ പറഞ്ഞിട്ട് വന്നാണേ. അയാളുടെ ചെറുമകളിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അതിങ്ങോട്ട് കിട്ടിയ അയാളുടെ ചെറുമോള് ഞാനല്ല, അവളാ. ഇതോ? ठीक है। ए स्वीटी, तुम 10,000 हार गए ना, तो उसको दे दो। ഒരു സംശയം ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ? ഇങ്ങനെ പട്ടാപ്പകല് മദ്യസേവ നടത്തുന്ന തെറ്റല്ലേ? പാർട്ടി ആകുമ്പോ ഇതൊക്കെ സാധാരണയാ. താൻ തന്റെ പാട് നോക്ക്. 8,000 ഉണ്ട്. ബാക്കി 2,000? 2 മറുക കണ്ടതല്ലേ, ബാക്കി കട്ട്. കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാ മൊത്തം അങ്ങോട്ട് കട്ടാവോ? പോടാ. മറുകിന്റെ കാര്യം മാത്രം പറഞ്ഞത് ഭാഗ്യായി. ഇവളോട് ബാക്കി കണ്ടതും കൂടെ പറഞ്ഞിരുന്നു. Build the rhythm on the bass mark. Better build the rhythm on the bass mark. Better if any woman comes. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ചാരി. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദം ഉണ്ടാ? ഇത് പറയാനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? അല്ലേട്ടോ, പുറത്തു പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്ഥിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ? പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവും ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം. പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി? ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ. അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്താ ഇത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല.
കൊടുത്തു ഒന്ന്. ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേടി കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേടി കഴിപ്പിച്ച് അയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് ഒരു വർഷം മുമ്പ് അമ്മയും മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്ന് സംസാരിക്കണം. കുട്ടി എങ്ങോട്ട് വിളിക്കാ ഗുരുദേവ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? പേശായിട്ട് നീ പറയുമല്ലോ അല്ലേ? എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം ആയിക്കോട്ടെ. ഗുരുദേവ, എന്താ? ഈ സാധനങ്ങളൊക്കെ നോം തന്നെ വാങ്ങി കൊടുത്തതാ. ശരിക്ക് പറഞ്ഞാ ഗുരുദേവൻ അങ്ങോട്ട് വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞ് കിട്ടിയാ എല്ലാം എന്റേതാവൂലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ 6 പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. അതൊക്കെ ഇവിടെ പറയണോ? അങ്ങൊന്ന് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കണം. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് വാർത്തക്കായി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഗുരുദേവൻ ഇപ്പോഴും യവ്വനല്ലേ, അറിയോ? കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ? അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി ഒടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി? ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവായിരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ടാ. ഇപ്പൊ കണ്ടോളൂ. ചന്തു. ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യമായിട്ട് ഒരു കൂട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. പട്ടതിരി നിൽക്കൂ. ചന്തു, നിന്നോട് പട്ടതിരിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഭട്ടു. ശരി ഭട്ടു. ഭട്ടു തന്ന 2-in-1 സെറ്റ് പാടണില്ല. കാലത്ത് സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ? അത്രല്ലേ ഉള്ളൂ. അതോർത്ത് വിഷമിക്കണ്ട, ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്കുക. ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ ചെയ്ത് കൊടുക്കുക. പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നേ? അതേടാ, വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ കളർ ടിവിയും VCRും 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആഹാ. ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടിടത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവേ. പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടയ്ക്കാം, ഞാനും അടയ്ക്കാം. എന്താ അത്? വായ. എന്നാ തുറക്ക. എന്ത്? ഡോറേ. എടാ ചാരി, എന്തായി? ഇത് സാധാരണ 2-in-1 അല്ല ഗുരുദേവ, മുന്തിയ ഇനമാണേ. എന്തായാലും സുപ്രഭാതം പാടുമല്ലോ, അത് മതി. ചന്തു, വൈകുന്നേരം റെഡിയായിരിക്കുക. എവിടേക്കാ? ചന്ദ്ര, ഇതിനെന്താ വില? 20 റുപ്യ. ചന്ദ്രേട്ടാ, 20 റുപ്യോ കൊള്ളയാട്ടോ. 1 മണിക്കൂർ മന്ത്രം ചൊല്ലിയാ പോലും അത്രയും കിട്ടില്ല. ഇത് 1 മണിക്കൂർ കൊണ്ടൊന്നും കായ്ക്കില്ല, 6 മാസങ്ങളെടുക്കും. ചുമ്മാതല്ലടോ, താനിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് ചേലക്കാണ്ടിരിക്കണ്ട ഉണ്ണിയേ. മുത്തശ്ശിക്ക് ഭേഷ ഉണ്ണണമെന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. കാശിനെ കുറിച്ച് അറിയണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്ത് ഒരു 50 റുപ്യക്ക് തരിക. തിരുമേനി, ഈ നോട്ട് കീറിയതാണ്ടാ. വാടിക്കരിഞ്ഞിരിക്കുന്ന തന്റെ പച്ചക്കറിക്ക് കീറിയ നോട്ടല്ലാതെ അലക്കി തേച്ച നോട്ട് ഞാൻ തരാണോ? അയ്യോ മുത്തശ്ശി, എന്താ പറ്റിയേ? അണ്ടാവ് പോലെ ഇരുന്ന മുത്തശ്ശി ഇപ്പൊ ചുളുങ്ങിയ മൊന്ത പോലെ ആയല്ലോ. അതെയോ? ഇല്ലെങ്കിൽ പോവാം. വരിക.
നാരങ്ങ അരിശരിയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ചാ ഇങ്ങനെ ഇരിക്കും.